അക്വേരിയസ് ജൂലൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് മന്ത് ആവാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട് ഈ മാസം. ഈ തീരുമാനം ഒരു ചെറിയ തീരുമാനമൊന്നും അല്ല, ഒരു വലിയ ചേഞ്ച് വരുത്താൻ പോകുന്നുണ്ട്. ഈ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഡിറക്ഷൻ തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതെന്താണ്, ഈ ഈ ചോയ്സ് എന്താണ് ഉണ്ടാവുക നിങ്ങളുടെ ലൈഫിൽ, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ആൻഡ് എന്താണ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോണതെന്ന് അതും നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജ് തുടങ്ങാം. അപ്പോൾ അക്വേരിയസ്, ഇത് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ് ആണ്. എന്താ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് അക്വേരിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ വാട്സാപ്പിൻ്റെ നമ്പറും ഇമെയിൽ ID ഞാൻ സ്ക്രീനിലിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കാം, ഇല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജസ് വരണേ അക്വേരിയസ്? ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ കറണ്ട് ജൂലൈ എനർജിയിൽ കുറച്ചൊരു നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ ചിലവർ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു ജെലസ് ആയിട്ട് പെരുമാറണു, കുറേ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണു. നിങ്ങളെക്കുറിച്ച് കുറേ ആൾക്കാർ നിങ്ങളില്ലാത്ത സമയത്ത് നെഗറ്റീവായി സംസാരിക്കണു, കുറേ ഗോസിപ്പ് ചെയ്യണു. അങ്ങനത്തെ എനർജീസാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ജലസി ഞാൻ കാണുന്നത്? ഇത് ഒരു ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞാൽ. ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ട്, അതുകൊണ്ട് ചിലവർ ജലസ് ആവണു. അതല്ല വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ തന്നെ കുറേ നെഗറ്റീവ് വഴക്കുണ്ടാവുക, പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യത്തിൽ വഴക്കുണ്ടാവുക. അപ്പോൾ ആ അറ്റ്മോസ്ഫിയർ തന്നെ നെഗറ്റീവ് ആവണു, അതും ആവാം. ഇവിടെ ഒരു ഏരീസ് എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ, ഇല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ആരോ ഒരു പേഴ്സൺ ഉണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ പാർട്ട്ണറാണോ, ഇല്ല വെച്ചാൽ ഫാമിലിയിൽ ആരോ അവരുടെ കൂടെ വഴക്കുണ്ടാവുന്ന എനർജി ആവാം. എന്തായാലും ഈ പേഴ്സൺ ഞാനിവിടെ കാണുന്നത് കുറേ ഒരു ഡോമിനേറ്റിംഗ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ആൻഡ് അവരുടെ കൂടെയാണ് ഈ നെഗറ്റിവിറ്റി ഞാൻ കൂടുതലായി കാണുന്നത്. പാസ്റ്റിലും ഞാൻ കാണുന്ന എനർജി ഇവിടെ കുറേ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി തന്നെയാണ്. പാസ്റ്റിൽ കുറേ സ്റ്റാഗ്നൻസി ഉണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. മുമ്പോട്ടേക്ക് തന്നെ പോണില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവിടെ മാരേജിൻ്റെ പ്രശ്നമാവാം, പറഞ്ഞാൽ അവർക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവാം. അതല്ല വെച്ചാൽ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഏതോ ഒരു പേഴ്സൺ മാരീഡ് ആവാം, അങ്ങനെയും ആവാം. അപ്പോൾ എന്തായാലും അതല്ല വെച്ചാൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, അങ്ങനെയും ആവാം. ആ ഒരു മാരേജിൽ നിങ്ങൾക്കൊരു ഫ്രീഡം ഇല്ല, പറഞ്ഞ ഒരു ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ അതിൽ പെട്ടുപോയി എന്ന മാതിരി ഒരു ഫീലിംഗ് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. ഇപ്പോൾ കറണ്ട് എനർജിയിലും ആ സിറ്റുവേഷൻ, ആ ഒരു നെഗറ്റിവിറ്റി കൂടുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിലാണ് എവിടെയോ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടണം, എന്തോ ഒരു ബ്രേക്ക് ത്രൂ വരണത് ഫ്യൂച്ചറിലാണ്. എന്തോ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് പുറത്ത് നിങ്ങൾക്ക് വരാൻ പറ്റണു, എന്തോ ഒരു സൊല്യൂഷൻ കിട്ടണു. നിങ്ങൾ കുറേ ആയി ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഫൈനലി എന്തോ ഒരു കാര്യം, ഒരു റെവലേഷൻ, ഇല്ലെങ്കിൽ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണ് കിട്ടുന്നത് ഈ സിറ്റുവേഷന് പുറത്തു വരാൻ. ഇപ്പോൾ 7 ഓഫ് സോഡ്സ് ഇവിടെ ചീറ്റിംഗ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചീറ്റിംഗ് ഉണ്ടോ, ഇല്ല വെച്ചാൽ എന്തോ ഒരു നിങ്ങൾ അറിയാത്ത കാര്യം പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷന് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റണോ, ഇല്ല വെച്ചാൽ എന്തോ ഒരു
പിന്നെ ഇതുമാവാം നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്, അതുമാവാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ ഒരു റിലീഫ് മാതിരി ഫീൽ ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾ ഇത്രയും നെഗറ്റീവ് സിറ്റുവേഷന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരിക്കാം. അപ്പോൾ ആണ് ഈ പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിലീഫ് മാതിരി തോന്നും. എന്തായാലും ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പാണ്. അല്ലാച്ചാൽ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരും നിങ്ങളുടെ പാർട്ട്ണറുടെ. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ ഏതോ ഒരു സിറ്റുവേഷനിൽ എഫേർട്ട് ഇടണ ചാലഞ്ചസ് ഉണ്ട്. അതല്ലാണ്ട് മൂന്നാമത്തെ പേഴ്സൺ ഇവിടെ കാണാണ്ട് നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങൾക്ക് എന്തോ ഒരു തീരുമാനം എടുക്കാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്കൊരു ഡിഫിക്കൾട്ട് ചോയ്സ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ അതൊരു എപ്പോഴും ഒരു മനസ്സിലുണ്ടാവുമല്ലോ, ഒരു എന്താ വേണ്ട, ഇത് ചെയ്യണത് ശരിയാണോ. അപ്പോൾ എന്തോ ഒരു തീരുമാനം നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ അഡ്വൈസ് യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനാണ് പറയണത്. പക്ഷേ ഇവിടെ സ്റ്റെബിലിറ്റി, കരിയറുടെ കാര്യത്തിലാണ് ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നത്. ചാരിയറ്റ്, യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ടേക്ക് പോകാൻ പറയണു. ഏതാ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണ വെച്ചാൽ അവിടേക്ക് പോകാനാണ് പറയണത്. എന്താ വെച്ചാൽ അവിടെയാണ് നിങ്ങളുടെ ഹാപ്പിനെസ്. ഇവിടെ ട്രാവൽ എനർജിയും കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് യൂണിവേഴ്സ് ട്രാവൽ ചെയ്യാനാണ് പറയണേ. കുറച്ചൊരു ബ്രേക്ക് എടുക്കാൻ പറയണു. ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് മാറി നിന്നാൽ നമ്മൾക്ക് ഒരു ക്ലാരിറ്റി വരും. സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ ഒരു ഹാർട്ട് ബ്രേക്കാണ് കാണുന്നത്. 3 of Swords, എന്തോ ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ട് ഒരു മൂന്നാമത്തെ പാർട്ടിയുടെ കാരണം. അപ്പോൾ ഇവിടെ ചില ബ്ലോക്സ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കുറേ ഹാർട്ട് ബ്രോക്കൺ ആണ്. നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോണു. നിങ്ങളുടെ ഔട്ട്കം ക്വീൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കണേ. ഇത് കുറേ എന്താ പറയുക, കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു പേഴ്സൺ ഫയർ സൈൻ ആവാം, ഓറൽസ് ഇത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ പേഴ്സൺ ആവാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നിങ്ങളുടെ അടുക്ക ചിലവർ ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കാനാണ് പോകണത്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒട്ടും ഒരു സൊല്യൂഷൻ ഇല്ലയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിങ്ങൾ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തിട്ട് ആ സിറ്റുവേഷന് പുറത്തു വരാൻ തീരുമാനിക്കണു. ഞാൻ കാണുന്നത് ഔട്ട്കമ്മിൽ ഒരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ സിംഗിളും ഇൻഡിപെൻഡൻറ്റ് എനർജിയിലേക്കാണ് പോകണത്. പക്ഷേ ഈ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചൊരു ധൈര്യം വേണം. എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ബട്ട് എന്തോ വലിയ മാറ്റം ഞാൻ എന്തായാലും കാണുന്നുണ്ട്. അപ്പോൾ ആ ഡിസിഷൻ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ട് ആക്ഷൻ മേ ബി നിങ്ങൾ അടുത്ത മാസം ഇല്ല വെച്ചാൽ കുറച്ചൊരു സ്റ്റെബിലിറ്റി വന്ന് കഴിഞ്ഞിട്ടായിരിക്കും ആ ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. പക്ഷേ ഈ മാസം ഡെഫിനറ്റ്ലി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് മന്താണ്. എന്താ വെച്ചാൽ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാണ്ട് ആ തീരുമാനം നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ പോവാണ്. ഓക്കെ, എന്തോ ഒരു ബോൾഡായി ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകണ്ട ഈ മാസം. നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് ഇതൊരു ജോലിയുടെ കാര്യത്തിലും ആവാം. ജോലിയിൽ കുറേ നെഗറ്റിവിറ്റി, ഓഫീസ് പോളിറ്റിക്സ്. അതുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണു, ഈ ജോലി വിട്ടിട്ട് ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ് എടുക്കാൻ പോവാണ്, ഇല്ലെങ്കിൽ വേറെ ഒരു ജോലിക്ക് നോക്കാൻ പോവാണ്. അങ്ങനെയും ആവാം. അപ്പോൾ ഇവിടെ പ്രെയർ, പവർ ഓഫ് പ്രെയർ എന്ന് വന്നിട്ടുണ്ട്. സറെൻഡർ, ബിലീവ്, എഫേം, റിലീസ്. അപ്പോൾ യൂണിവേഴ്സും അതന്നെയാണ് പറയണത്, റിലീസ് ചെയ്യുക. ഓക്കെ, ബിലീഫ് വയ്ക്കുക, എല്ലാം ശരിയാവും എന്ന ബിലീഫ് വേണം, ഫെയ്ത്ത് വേണം. അപ്പോഴേ നമ്മൾക്കൊരു ധൈര്യം വരുള്ളൂ ഒരു തീരുമാനം എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഗോൾഡ്, സിൽവർ, വൈറ്റ് കളർ കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും ഇത് ബാധിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും അവരുടെ മാരേജ് വിടണം എന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യേണ്ട, അതോ എനിക്ക് ഒട്ടും ഇവിടെ പറ്റില്ല ഇല്ലച്ചാ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ നിങ്ങളാണ് വെച്ചാൽ എന്തോ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാണ്ട്. ഇപ്പോൾ ആ തീരുമാനം എന്താണെന്ന് എല്ലാവർക്കും വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഇത് ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. ഓക്കെ, ആൻഡ് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക. എന്താ വെച്ചാൽ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഏത്
ഏരിയയിലാണ് ഇത് നിങ്ങൾക്ക് ബാധിക്കാന്ന് എനിക്ക് ഷുവറായി ഈ റീഡിങ്ങിൽ പറയാൻ പറ്റില്ല. ചിലവർക്ക് ഇത് റിലേഷൻഷിപ്പ് ആവാം, ചിലവർക്ക് ഇത് കരിയർ ആവാം. അതുകൊണ്ട് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു മെസ്സേജാണ് പേഴ്സണൽ റീഡിംഗ്. ഇത് ജനറൽ റീഡിംഗ് പോലെ അല്ല. അതുകൊണ്ട് പേഴ്സണൽ റീഡിംഗ് എടുത്ത് ബുക്ക് ചെയ്യുക. എൻ്റെ യൂഷ്വലി അഡ്വാൻസിൽ തന്നെ ബുക്കിങ്സ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഡേറ്റ്സ് കിട്ടണത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. അതുകൊണ്ട് വേഗം ബുക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് അഡ്വാൻസിൽ ഡേറ്റ് ബുക്ക് ചെയ്ത് വയ്ക്കുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.